ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ വീട്ടുവിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്നലെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു. 7-ാം മൈൽ ഉടയൻകാവ് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ ആയിരുന്നു. അപ്പോഴും ഉത്സവമൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇന്നലെ വൈകിട്ട് പോയി. അപ്പോഴും പോകുന്നില്ല, മടിച്ചൊക്കെ ഇരുന്ന മക്കൾക്ക് പരീക്ഷയൊക്കെ അല്ലേ, അതുകൊണ്ട് മടിച്ചൊക്കെ ഇരുന്ന. എന്നാലും വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന നമ്മുടെ ഉത്സവമല്ലേ, മഹാദേവൻ അങ്ങോട്ട് സന്തോഷിച്ച് നിൽക്കുന്ന സമയമല്ലേ. അപ്പോഴും നമ്മൾ പോയി കണ്ടില്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു മോശമല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി കേട്ടോ. ഞങ്ങളൊരു 7:30 പോയിട്ട് ഒരു 10:30 ആയി ഇവിടെ വന്നപ്പം കേട്ടോ. അപ്പോൾ ഈ ഭയങ്കര വെയിലല്ലേ, വെയിലായതുകൊണ്ട് എല്ലായിടത്തും കെട്ടുകാഴ്ചകളും ഇതൊക്കെ താമസിച്ചാണ്. ഭയങ്കര വെയിലല്ലേ. മറ്റേ എൻ്റെ വീട്ടിലാണെങ്കിലും ഒരു 2, 3, 4 മണിയൊക്കെ ആകുമ്പോഴത്തേനുണ്ടല്ലോ കെട്ടുകാഴ്ചയൊക്കെ ഇറങ്ങും. ഇപ്പം പക്ഷെ എല്ലായിടത്തും താമസിച്ച് അത്രയ്ക്ക് വെയിലാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഒന്നും കൂടെ പോയില്ല, കനാലിലെങ്ങനെ പോയി അങ്ങ് ചാടി അതിനകത്തെങ്ങനെ കിടന്നാൽ മതി. ഇത് ചിലപ്പോൾ ഓർക്കും, അത്രയ്ക്ക് ഭയങ്കര ചൂട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ താപനില നോക്കാമെങ്കിൽ കടമ്പനാടായിരിക്കും. ഇന്ന് കടമ്പനാട് 7-ാം മൈൽ ഭാഗത്തായിരിക്കും ഭയങ്കരമായിട്ടുള്ള ചൂട് കേട്ടോ. അത്രയ്ക്ക് ചൂടിന് സഹിക്കാൻ വയ്യ. എന്നും ചൂടെന്നൊക്കെ പറയുമെങ്കിലും ഇന്ന് ഭയങ്കര ചൂട്. ഇവിടെ ഇരിക്കാൻ വയ്യ കേട്ടോ. ഇവിടേക്ക് ഇരുന്നാൽ കേട്ടോ നമ്മൾ ആവിയായിട്ട് പോവും, അത്രയ്ക്ക് ചൂട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കെട്ടുകാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ സന്ധ്യ 10:30 കേട്ടോ. 10:30 വന്നു. പിന്നെ ഗാനമേള ആക്കാൻ പപ്പയും മോനും കൂടെ പോയി. ഞാൻ പോയില്ല കേട്ടോ. ഞങ്ങളാരും പോയില്ല. അവിടെ നിന്ന് ഇനി വന്നപ്പോഴത്തേന് 10:30 ആയില്ല. പിന്നെ ഗാനമേള എങ്ങോട്ട് കേൾക്കാനും ഞങ്ങളിനി പോകുന്നു. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എത്ര സമയം നിൽക്കുന്നു, നിന്ന് നടുവെല്ലാം അങ്ങ് വേദന എടുക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഇത് കൊണ്ടാക്കി. പിന്നെ പപ്പയും മോനും കൂടെ പോയി. ഒരു 12:30 ആയപ്പോൾ അവർ ഇനി വന്നു. ഇന്നിപ്പം കാല് വയ്യാതെ നമ്മളങ്ങനെ നിൽക്കുന്നില്ലല്ലോ, ആരും അങ്ങനെ ഇപ്പം നിൽക്കത്തില്ലല്ലോ. ഇന്ന് കാലുവേദനയാകട്ടെ പറയുന്നത് കേട്ടോ. അവിടെ ഒരുപാട് സമയം ചെന്ന് നിന്ന് കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ആളൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിക്കുകയും ചെയ്തു 7:30 ആയപ്പോൾ കേട്ടോ ആളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇപ്പോൾ ആളില്ലാത്ത. അപ്പോൾ ഇന്നലെ നമ്മുടെ ഇവിടങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ കെട്ടുകാഴ്ചയൊക്കെ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് ആയപ്പോഴത്തേന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കെട്ടുകാഴ്ചയൊക്കെ ഉള്ളായിരുന്നു, എന്നാലും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പോയി കണ്ടതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് അടുത്ത മാസമാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ കേട്ടോ ഉത്സവം. എല്ലാവരും വരണേ. ഇന്നലെ നമ്മുടെ കാർത്തൂസ് ബ്ലോഗിലെ കാർത്തിക മാത്രം വന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അതൊരു ഷോർട്ടൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോയി കാണണം. കാർത്തൂസ് കേട്ടോ, കാർത്തൂസ് ബ്ലോഗ് എനിക്ക് കമൻ്റൊക്കെ അയക്കുന്ന ആളാണല്ലോ. എൻ്റെ അയൽവക്കക്കാരിയാണ് കേട്ടോ കാർത്തു. അപ്പോഴെല്ലാവരും സപ്പോർട്ട് ചെയ്യാത്തവരെല്ലാം പോയി സപ്പോർട്ട് ചെയ്യണം. 2 കുട്ടുമണികളുണ്ട്. അവരുമൊക്കെ ആയിട്ട് ഇത്തിരി നേരം വർത്താനവും ഒക്കെ പറഞ്ഞു ഞങ്ങളിങ്ങ് പോന്നു കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മളെ ഇന്നലത്തെ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെയാണ്. അകത്തെ കാഴ്ചകളല്ലല്ലോ അകത്ത് നമുക്ക് അടുക്കാൻ ഒക്കത്തില്ലല്ലോ. പിന്നെ പുറത്തതൊക്കെ ഒന്ന് കാണാനുള്ളത് കേട്ടോ. ആ തിരുമേനിമാരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അതൊക്കെ ഇവർ ഈ തോളിൽ വെച്ചുള്ളത് കേട്ടോ. അത് എന്നിട്ട് പക്ഷേ ഇതെല്ലാം അവർ അമ്പലത്തിനകത്തോട്ട് കയറി അങ്ങ് എന്താ അവർക്ക് അനുഗ്രഹം കിട്ടുമല്ലോ. അപ്പോഴും ആ സമയത്ത് അവരുടെ ആ തോളിൽ നിന്ന് അത് എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതൊക്കെ ഒത്തിരി സമയം ഇങ്ങനെ വലിച്ചു ഊരുന്നതൊക്കെ നമ്മളൊന്ന് ഒത്തിരി നേരം നിന്ന് കാണും. പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല. അതൊന്നും നമ്മളങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ അതിനകത്ത് തലയായി പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ നമ്മുടെ തിരുമേനിമാരെയൊക്കെ സമ്മതിക്കണം. അവരുടേതായി ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം കാണണം, രണ്ടും ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കുന്നേ. അതൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ടോ എന്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണും. അപ്പോഴും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ. ഇത് അവരൊന്നും ഇല്ലാതെ നമ്മളൊന്നും ഇങ്ങനെ ഒന്നും ഇരിക്കത്തില്ലേ. രാത്രി കിടന്നുറങ്ങുന്ന നമ്മൾ രാവിലെ എഴുന്നേക്കുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ഓരോ മായകളാണ്. അപ്പോഴിന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ചോറുണ്ടട്ടെ ഇല്ല. നമുക്ക് നമ്മുടെ
എപ്പോഴും പറയത്തില്ല, നമുക്കിവിടെ പള്ളിയുണ്ട് മുറ്റത്ത്. അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് അമ്മമ്മ പ്രാർത്ഥനയ്ക്ക് ഒക്കെ വന്നുകൊണ്ടിരുന്ന കേട്ടോ. 2 മക്കൾ ഈ അടുത്ത സമയത്ത് തന്നെ അച്ചായൻ മരിച്ചത്. അപ്പോൾ അമ്മാമ്മയും പിന്നെ 2-3 ദിവസമായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്നായിരുന്നു അടക്കം. അപ്പോൾ രാവിലെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാനും അപ്പുറത്തെ അമ്മാമ്മയും കൂടെ ഒരു 9 മണിയായി പോയി കണ്ടിട്ട്. പക്ഷേ എനിക്ക് തിരിച്ചു വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ലെന്നുള്ളതാണ്. ഞാൻ ചോറ് പോലും കഴിച്ചില്ല. ഇതിപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി കേട്ടോ. എന്താ എനിക്കത് പോയി കണ്ടിട്ടങ്ങ് അപ്പോഴേ എനിക്കങ്ങ് ശരീരം അങ്ങ് വല്ലാതായി. എനിക്കങ്ങോട്ട് ചിലതൊന്നും നമുക്ക് അങ്ങോട്ട് മനസ്സിനകത്തങ്ങോട്ട് എന്ന് വെച്ചാൽ ഇപ്പോഴും ആ അമ്മയെ ഇളയ മോളും 2 പെൺമക്കളെ എന്തായാലും 2 കുഞ്ഞുങ്ങളെയും കല്യാണമൊക്കെ കഴിച്ച് തമ്പുരാന് അവർക്ക് നല്ല ജീവിതമൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പനും അമ്മയില്ലാത്തൊരു സങ്കടമൊക്കെ ഞാൻ അതാ വിചാരിക്കണേ. അപ്പനും അമ്മയില്ലാത്തൊരു സങ്കടം കുഞ്ഞുങ്ങൾക്ക് കാണും. ഒരുപാട് പ്രായമുള്ള കുഞ്ഞുങ്ങളൊന്നും അല്ല കേട്ടോ. എന്നാലും കല്യാണം കഴിച്ചതാണെങ്കിലും ഒരുപാട് പ്രായമൊന്നും ആയില്ല കേട്ടോ. 10-25 വയസ്സ് അതെത്രയൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അപ്പോഴും അതിൻ്റെ അടക്കവും കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു നമുക്ക് രാവിലെ ഇതുവരെ. അതുകൊണ്ട് പിന്നെ ഇന്ന് നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തതുമില്ല. അത് പോയി 9 മണിയൊക്കെ ആയി ഞാൻ പോയി കണ്ടിട്ട്. എനിക്ക് പിന്നെ കുളിച്ചിട്ട് പിന്നെ ചോറൊക്കെ വെച്ചു. പക്ഷെ ഞാൻ ഇതുവരെയും ചോറുണ്ടില്ല സത്യം പറഞ്ഞ കേട്ടോ. എനിക്കങ്ങോട്ട് ചിലയിടത്തൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ആ ദിവസം എനിക്കങ്ങ് അപ്പോൾ രാവിലെ പോയിട്ട് വന്നപ്പോഴേ എനിക്കങ്ങ് വല്ലാതായിരുന്നു ശരീരത്തിൽ. അതുകൊണ്ട് ഇന്ന് ചോറൊന്നും കഴിച്ചില്ല. പിന്നെ പാൽ കാപ്പി ഇട്ട് കുടിച്ചിട്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു നമുക്ക് ഇൻട്രോ എടുക്കണ്ടേ. അതിനായിട്ട് വന്നിരുന്നത് അവിടെ ഇതൊക്കെ ഇട്ടായിരുന്നല്ലോ. അപ്പോഴേ 2 ദിവസം മുമ്പാണ് അവിടെ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇതൊക്കെ കിട്ടുമല്ലോ, ഫോട്ടോയൊക്കെ വയ്ക്കുമല്ലോ. മറ്റേ ഞാൻ എന്നും ഒരു 8:30-9 മണിയാകുമ്പോൾ ഇവിടെ നടക്കുമെന്ന് പറഞ്ഞില്ലേ. 2 ദിവസം കൊണ്ട് ഞാൻ ഇറങ്ങുന്നതുമില്ല. അപ്പോഴും മോൻ എന്നോട് ചോദിച്ചു, എന്താ അമ്മ നടക്കാൻ പോകുന്നില്ല? ഞാൻ പറഞ്ഞു, പോകുന്നില്ല, അമ്മാമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മാമ്മയുടെ ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നത്, ഇനി അത് അഴിച്ചിട്ട് ഞാനങ്ങോട്ട് ഇറങ്ങി നടക്കുന്നുള്ളൂ. എനിക്ക് പേടി കേട്ടോ. നമ്മളിൽ എപ്പോഴും ഒരു കണ്ടുകൊണ്ടിരിക്കുന്നവരല്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഭയങ്കര ഇനി അത് അഴിച്ചു മാറ്റിയിട്ട് ഞാൻ നടക്കാൻ പോകുന്നുള്ളതെന്ന് മക്കളോട് പറഞ്ഞു. അമ്മാമ്മയ്ക്ക് നല്ല അല്ലേ, സ്വർഗത്തായിരിക്കും പോയത്. ആ കുഞ്ഞുങ്ങൾക്കല്ലേ പിന്നെ തമ്പുരാനെ എന്താ സമാധാനം കൊടുക്കട്ടെ. അതൊക്കെയല്ലേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ദൈവമേ. അപ്പോഴും നമ്മുടെ അമ്പല വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം കേട്ടോ. എല്ലാവർക്കും സുഖമാണോ? കഥയൊക്കെ പറഞ്ഞ് വണ്ടി വേറെ ഏതോ വഴിക്ക് പോയി കേട്ടോ. അതങ്ങനെ ചില ദിവസം ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു പോക്കാണ് കേട്ടോ. എൻ്റെ കാര്യം അറിയാമല്ലോ. ഇന്ന് പൊതുവേ കൊച്ചുങ്ങളും വിടില്ല, വീട്ടിൽ പോയിരിക്കുന്ന പരീക്ഷയൊക്കെ അല്ലേ. അപ്പോഴും അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാൻ 2 പേരും കൂടെ പോയിരിക്കുന്നത്. അവരും ഇല്ലാത്തതുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കര അങ്ങ് തളർച്ച. അമ്മയും ഇവിടെ ഇല്ല. അപ്പോഴിങ്ങനെ ഇത്തിരി നേരം നിങ്ങളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിരുന്ന അത്രയും ഒരു സമാധാനം കിട്ടുമല്ലോ. അപ്പോഴും ചോറുണ്ടില്ല, എനിക്ക് കഴിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ അണ്ണൻ്റെ കയ്യിൽ നിന്നും ഇഷ്ടം പോലെ കിട്ടിയിട്ട് വാങ്ങിച്ചിട്ടൊക്കെ ഇരിക്കുക. എനിക്കെന്തോ അങ്ങോട്ട് ഒരു രസവും ഇല്ലെന്ന് കേട്ടോ. ഇന്നങ്ങ് ഭയങ്കര തളർച്ചയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോഴും നമ്മുടെ അമ്പല വിശേഷങ്ങളൊക്കെ കാണാൻ പോവാം കേട്ടോ. അപ്പോഴും എല്ലാവർക്കും നമ്മുടെ മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കുടുംബത്തിനും നല്ലത് മാത്രം മഹാദേവൻ തരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒത്തിരി പ്രാവശ്യമായി വീഡിയോ കാണാൻ പോകാമെന്ന് പറയുന്നില്ലേ. ഇങ്ങനെ ഓർത്തോർത്ത് ഓരോന്നിഞ്ഞ് പറഞ്ഞു വരിക കേട്ടോ. അപ്പോഴും നമുക്ക് കാണാൻ പോകാം കേട്ടോ.
കെട്ടുകാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടുകാഴ്ച ഈ നാട്ടിലെ കമനീയമായി അലങ്കരിച്ച ഓരോ ബോർഡുകളും കാഴ്ചകളും അടുത്തതായി ക്ഷേത്രത്തിലേക്ക് ആറടിക്കുന്നത് ഏഴാമൈൽ ഉടയങ്കാവ് ഉത്സവം. അടുത്തതായി ഉടയങ്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് അതിമഹനീയമായി അലങ്കരിച്ചിരിക്കുന്ന ഈ കെട്ടുകാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാൻ ഈ നാട്ടിലെ എല്ലാ സജ്ജനങ്ങളെയും ഏഴാമൈൽ ഉടയങ്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പ്രഖ്യാപനം. ശുചിമയും സമ്മതവും ക്ഷണിക്കാതെ സ്വന്തമായി ഉടയൻകാവ് ശ്രീ മഹാദേവന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഉടയൻകാവ് ബോയ്സ് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ശിവതാണ്ഡവം ഫ്ലോട്ടാണ്. ഉടയൻകാവ് ബോയ്സ് അണിയിച്ചൊരുക്കിയ ശിവതാണ്ഡവം ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് ആറാടിക്കാൻ എത്തിയിരിക്കുന്നത് ഉടയൻകാവ് ബോയ്സ് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ശിവതാണ്ഡവം. ഉടയൻകാവ് ബോയ്സ് അണിയിച്ച് ബോയ്സ് അണിയിച്ചൊരുക്കിയ ശിവതാണ്ഡവം ഫ്ലോട്ടാണ്. അടുത്തതായി ക്ഷേത്ര അങ്കണത്തിലേക്ക് കടന്നു വരുന്നത് YFK അണിയിച്ചൊരുക്കിയ മനോഹരമായ ഒരു കെട്ടുകാഴ്ച ഫ്ലോട്ടാണ് ഇപ്പോൾ തിരുസന്നിധിയിൽ ആറാടിച്ചുകൊണ്ടിരിക്കുന്നത്.
അണിയിച്ചൊരുക്കിയ മനോഹരമായ ഫ്ലോട്ട് യങ് ഫൈറ്റേഴ്സ് കനത്തിവിള YFK അണിയിച്ചൊരുക്കിയ അതിമഹനീയമായ കെട്ടുകാഴ്ച ക്ഷേത്രത്തിൽ ആറാടിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ കെട്ടുകാഴ്ച സമർപ്പിച്ച